ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ബെസ്റ്റ് ചോയ്സ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പെരുന്നാളാശംസകൾ. എന്തായാലും ഇനി വരുന്ന നാളുകളിൽ നല്ലൊരു വീടൊക്കെ ആയിട്ട് ഏവർക്കും കുടുംബത്തോടൊപ്പം ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ആയിട്ട് വളരെ നല്ലൊരു പെരുന്നാൾ കാലമാവട്ടെ. ഇനി അങ്ങോട്ട് വളരെ സമൃദ്ധിയോട് കൂടിയിട്ട് സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു കാലമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ വലിയ വീടുകൾ കാണുന്നതിൽ തെറ്റില്ല അല്ലേ, നമുക്ക് ആഗ്രഹിക്കാലോ പ്രാർത്ഥിക്കാലോ, പറയാൻ പറ്റില്ല തമ്പുരാൻ നമുക്കൊന്ന് കനിഞ്ഞാലോ. ഏതൊരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു വീടൊക്കെ ആഗ്രഹിക്കാത്തത്. എല്ലാവരും പറയും നമുക്കൊരു ചെറിയ കാറൊക്കെ മതി എന്ന് പറയും, ഒരു ബെൻസ് അങ്ങോട്ട് മേടിച്ചു കൊടുത്തു അങ്ങോട്ട് ഓടിക്കും പിന്നെ അല്ലേ. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു വീടും പരിസരവും. കാരണം ടോട്ടൽ 25 സെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വീട്. ശരിക്കും ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയ വീടായിട്ട് തോന്നും കേട്ടോ. നമ്മൾ ഈ കണ്ടെയ്നർ ലോറിയൊക്കെ ഈ അറ്റത്ത് പാലത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നില്ലേ ചെറിയ വണ്ടിയാലോന്ന് തോന്നില്ലേ. അടുത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീടും അങ്ങനെ തന്നെയാണ്. പിന്നെ വീടിൻ്റെ ചുറ്റമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, ചെടികളും മരങ്ങളും. പക്ഷെ എൻ്റെ പൊന്നെ, മാവും പ്ലാവും എന്താ പറയുക റംബൂട്ടാനും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരു കാർ പോർച്ച് കണ്ടില്ലേ, അതിലൊരു 4 കാറ് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം, അത്രയും സ്പേസ് ഉണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു മുറ്റം. ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ആ ചാരു കസേരയിലൊക്കെ ഇടുക. എന്താ രസം. എന്തായാലും വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു റോയൽ റിച്ച് ലുക്കാണ് കേട്ടോ. ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ എത്തിയ ഒരു ഫീലിംഗ്. ഇപ്പോഴത്തെ ചില വീടുകളിലൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അങ്ങനത്തെ കോപ്രായങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഉള്ളത് നല്ല ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതും ക്ലാസ് റേഞ്ചിൽ. ഏകദേശം 19 ലക്ഷത്തോളമാണ് ഇൻറ്റീരിയറിന് മാത്രം അവർ ചിലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ കാണാനുണ്ട്. എന്തായാലും നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു വേറൊരു ഹാളിലേക്ക് എത്തും. ഇതാണ് ഈ വീടിൻ്റെ തൃശ്ശൂർ റൗണ്ട്. ഇവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കുള്ള വഴികൾ പോകുന്നത് കേട്ടോ. എന്തായാലും സീലിങ്ങിലൊക്കെ നല്ല ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് സൂര്യഭഗവാന്റെ ലൈറ്റ് ഭംഗിയായിട്ട് ഈ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട്. ഇനി ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ ഒന്ന് എണ്ണട്ടേട്ടാ, 1 2 3 4 5 6 താഴെ 4 മുകളിൽ 2 6 ബെഡ്റൂംസാണ് ഉള്ളത്. താമസിക്കാനായിട്ട് 2 പേരും പോരെ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് അവർ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും വിദേശത്തൊക്കെ സെറ്റിലാവാണ്. അപ്പോൾ വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു വീട്ടിൽ 2 പേര് ഫോൺ വേണ്ടി വരും എപ്പോഴും സംസാരിക്കണമെങ്കിൽ. ഒരറ്റത്ത് ഇപ്പുറത്തെ ഒരു അറ്റത്താണെങ്കിൽ എന്താ ചെയ്യാം. ഇത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് കുട്ടികൾക്കുള്ള അവരുടെ ഒരു ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ ഒരു റൂം തുടങ്ങി ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് ലാവിഷായിട്ടുള്ള റൂമുകൾ വേറെയും കിടക്കുന്നുണ്ട്. എന്തായാലും ബെഡ്റൂമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഡൈനിങ് ഏരിയ മാസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഭാഗവും കിച്ചനും നല്ല പ്രൈവസി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ആത്മസുഹൃത്തുണ്ട് അഖിൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് വല്ല ബിരിയാണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ ഒന്ന് മാറ്റി വെച്ച മച്ചാനെ, നമ്മളെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഉണ്ടാവില്ല. അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്ന കാണും, കൊതിയാവും ശരിക്കും കാണുമ്പോൾ. അപ്പം അതുപോലെ
നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഡൈനിങ് ഏരിയ. നല്ല സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ തിക്കും തിരക്കുണ്ട്. അപ്പം അധികം നമ്മളവിടെ നിൽക്കുന്നില്ല. ഇത് പിന്നെ വർക്ക് ഏരിയ. ബാക്കിൽ നല്ലൊരു കിണർ വരുന്നുണ്ട്. പറ്റാത്ത കിണറാണ്. പിന്നെ ഒരു മെയ്ഡിനുള്ള റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും മുകൾ ഭാഗമൊക്കെ ഗംഭീരമാണ്. ബാൽക്കണി ഏരിയ ഒക്കെ മൊത്തമാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു 25 സെൻറ്റിൽ 3800 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള എത്രമേൽ മനോഹരമാക്കാൻ പറ്റുമോ അത്രമേൽ മനോഹരമാക്കിയിട്ടുള്ള നല്ലൊരു വീട്. നല്ല വെട്ടുകല്ല്, പൂഴിമണൽ തുടങ്ങി ക്ലാസ് ക്വാളിറ്റിയാണ്. ഫുള്ള് തേക്കാണ് കേട്ടോ. തേക്കല്ലാത്തൊരു മരം പോലും ഇല്ല. ഗംഭീരമായിട്ടുള്ള ഫ്ലോറിങ്. ശരിക്കും അത്രയും ഗംഭീരമായിട്ടുള്ള വീട്. 1,75,00,000 ചോദിക്കുന്നൊരു വില. തീർച്ചയായിട്ടും ആ വിലയ്ക്കുള്ളുണ്ട്. പിന്നെ കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ വ്യത്യാസം കൂടി വന്നാൽ നൈസായി. തൃശ്ശൂർ ജില്ലയിൽ ചിറ്റാട്ടുകര ഭാഗത്താണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി വരുന്നത്. ഗുരുവായൂർ, പാവറട്ടി, ചാവക്കാടൊക്കെ മേജർ ടൗണുകളാണ്. ഇതുപോലൊരു പ്രോപ്പർട്ടി ഈ ഒരു ഭാഗത്ത് നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം. ഒരിക്കൽ കൂടി ഹാപ്പി പെരുന്നാൾ. താങ്ക് യു.